السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه غافر الذنب وقابل التوب شديد العقاب ذي الطول. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, ജ്യേഷ്ഠത്തി ഉമ്മമാരെ, പെങ്ങന്മാരെ, ഷെയ്ഡ് മീറ്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു മാസത്തിലെ ഈ ഒരു ക്ലാസ്സിൽ ഒരിക്കൽ കൂടി സന്നിഹിതരാകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകി എന്നതിൽ ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് കസാരകളൊക്കെ ഏകദേശം ഒഴിവായി കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ പുറത്താണ്. പക്ഷേ അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ലോകത്ത് അങ്ങനെ മനുഷ്യന്മാരുണ്ടാവും, മറ്റുള്ള മനുഷ്യർക്ക് നന്മ ചെയ്യാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്യുന്ന ചില മനുഷ്യന്മാർ. അങ്ങനെയുള്ള മനുഷ്യന്മാരായി അള്ളാഹു നമ്മെ എല്ലാവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് പണം കൊണ്ട് മാത്രമൊന്നല്ല. നന്മ എന്നുള്ളത് പണം വരും, സമ്പത്ത് കൊണ്ട് നന്മകൾ ഒരുപാട് ചെയ്യാം. പക്ഷേ സമ്പത്ത് മാത്രമൊന്നല്ല. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കല്ലെടുത്ത് മാറ്റിയാൽ അത് നന്മയാണ്. 2 ചെറിയ കുട്ടികൾ തമ്മിൽ അടിപിടിയൂടുമ്പോൾ അവരെ മാറ്റി നിർത്തുന്നത് നന്മയാണ്. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ചെറിയ കുട്ടികളുണ്ട് എന്ന് നമുക്ക് വിവരം കിട്ടിയാൽ ഒരു ചെറിയ മിഠായി കൊണ്ടുപോയി അവരുടെ കയ്യിൽ കൊടുക്കുന്നത് നന്മയാണ്. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നന്മ ചെയ്ത് സ്വർഗത്തിൽ പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഉണ്ടോ? സ്വർഗത്തിൽ പോകാനല്ല ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ. നരകത്തിൽ പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെയെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ സ്വർഗത്ത് പോകും, ഇല്ലേ? വലത് കൈ കൊണ്ട് കുടിച്ചാൽ സ്വർഗത്ത് പോകും, ഇരുന്ന് കുടിച്ചാൽ സ്വർഗത്ത് പോകും. അതൊക്കെ സ്വർഗത്തിലേക്ക് എളുപ്പമാണ്. പക്ഷേ നരകത്ത് പോകണമെങ്കിൽ ഇവിടെ ഇരുന്ന് ബിസ്മില്ല എന്ന് ചൊല്ലിയിട്ട് വെള്ളം കുടിച്ചാൽ ഞാൻ നരകത്ത് പോകുമോ? ഇല്ല. പക്ഷേ ഇവിടെ ഇരുന്നിട്ട് ഞാൻ നരകത്ത് പോകണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് കള്ളു കുടിക്കണം. അപ്പോൾ എത്ര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്വർഗത്ത് പോകാനോ നരകത്ത് പോകാനോ ബുദ്ധിമുട്ട്? നരകത്ത് പോകാനോ ബുദ്ധിമുട്ട്. സ്വർഗത്തിൽ പോകാൻ നമ്മുടെ ആങ്ങളിൻ്റെ കൈ പിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൈ പിടിച്ചാൽ മതി. സ്വർഗത്തേക്കാണ് നടക്കുന്നത്. നരകത്തിൽ പോകണമെങ്കിലോ ആരും കാണാതെ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കൈ പിടിക്കണം. അപ്പോൾ ഏതാ ബുദ്ധിമുട്ട്? സ്വർഗത്ത് പോകാനോ നരകത്ത് പോകാനോ ബുദ്ധിമുട്ട്? നരകത്ത് പോകാനാണ്. നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 250 മുതൽ 270 വരെ ഉള്ള ആളുകൾ പോകുക. 250 to 270. ഇത് മിക്കവാറും അനൗൺസ്മെൻ്റ് ആകും ഇന്നത്തെ ക്ലാസ്. അല്ല, ഞാൻ തമാശ പറഞ്ഞ.
അപ്പോൾ നരകത്ത് പോകാനാണ് ബുദ്ധിമുട്ട്. ചില ആളുകൾ പറഞ്ഞ് സ്വർഗത്ത് പോകാനാണ് ബുദ്ധിമുട്ട്. വെറുതെ പറയാം. സ്വർഗത്ത് പോകണമെങ്കിൽ ഒരു പൈസ, ഒരു 10 രൂപ 20 രൂപയൊക്കെ സ്വതക്ക കൊടുത്താൽ ആരെ മുമ്പൊന്നും സ്വതക്ക കൊടുക്കാം. കൊടുക്കാത്ത രൂപത്തിൽ കൊടുക്കണം, അറിയാത്ത രൂപത്തിൽ കൊടുക്കാം, അതൊക്കെ ഉണ്ട്. പക്ഷെ കൊടുത്താൽ നല്ല നീയത്തുണ്ടെങ്കിൽ സ്വർഗത്ത് പോകാം. ഏത് അങ്ങാടിയിൽ നിന്നും സ്വതക്ക കൊടുത്തിട്ട് നമുക്ക് സ്വർഗത്ത് പോകാം അല്ലേ? പക്ഷേ നരകത്ത് പോകണമെങ്കിലോ സ്വതക്ക കൊടുത്താൽ നരകത്ത് പോകുമോ? ഇല്ല. അവിടെ പോകണമെങ്കിൽ കഞ്ചാവ് കൊടുക്കണം. എത്ര ബുദ്ധിമുട്ടാവും. കൊടുക്കണമെങ്കിൽ കാട്ടിൽ പോകണം. അപ്പോൾ വ്യഭിചരിക്കണമെങ്കിൽ ഏതെങ്കിലും ടൂറ് പോയി ഏതെങ്കിലുമൊക്കെ ഹോട്ടൽ റൂമിൽ കയറിയിട്ട് ആരും അറിയാതെ ക്യാമറ ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ച് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നരകത്ത് പോണത്. സ്വർഗത്ത് പോകണമെങ്കിലോ സ്വന്തം ഭാര്യൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ നേരെ ആരെ മുമ്പ് ഉമ്മാൻ്റെ മുമ്പ് വരെ റൂമിൽ കയറാം. നരകത്ത് പോകണമെന്നുണ്ടെങ്കിൽ കള്ളുടിക്കണമെങ്കിൽ എവിടെ പോകണം? ഏതെങ്കിലും കാട്ടിൽ പോകണം. ആരും അറിയാതെ ബീവറേജിൽ നിന്ന് ഒരു പൊതിൻ്റെ ഉള്ളിലൊക്കെ പൊതിഞ്ഞിട്ട് എന്നാലും കാണും. കാരണം ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ഹെൽമെറ്റ് കെട്ടുകാണ്ട് ക്യൂ നിന്ന് കണ്ടാണ് ആളുകൾ. ഇത് ഞാൻ വെറുതെ പറയണല്ല. ഇപ്പോൾ നമ്മളെ നിലമ്പൂരൊക്കെ ആ ബീവറേജിൻ്റെ മുമ്പ് കൂടെയാണ് ബസ് പോണത്, വാഹനങ്ങളൊക്കെ പോണത്. അപ്പോൾ കുറച്ച് ടീമുണ്ടാവും ഹെൽമെറ്റ് ഇട്ടുകാണ്ട് കള്ളു വാങ്ങാൻ നിൽക്കുന്നത്. അതെന്താ? ആരും കാണാതെ ഹെൽമെറ്റൊക്കെ ഇട്ട് ബുദ്ധിമുട്ടി കള്ളുടിച്ചാലേ എവിടെ പോകുള്ളൂ? നരകത്ത് പോകുള്ളൂ. എന്നാൽ ഒരു കരിമ്പ് ജ്യൂസ് വാങ്ങി ഇരുന്ന് കുടിച്ചാൽ എവിടെ പോയി? സ്വർഗത്ത് പോയി. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ വളരെ എളുപ്പമാണ്. പർദ്ദട്ടാൽ എവിടെ പോവും? സ്വർഗത്ത് പോവും. പർദ്ദട്ട് നല്ല നീളല്ലേ മഫ്തക്കെട്ട് വന്നിരുന്നാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറയല്ല, പറയാതെക്കാൻ എനിക്ക് നിർവാഹമില്ല. നല്ല നീളല്ലേ മഫ്തക്കെട്ട് വന്നാൽ ഇവിടെ നിന്ന് വാങ്ങി ഇങ്ങനെന്ന് അങ്ങനെയൊന്നും ആക്കണ്ട, സുഖമായിട്ട് ഇരുന്ന് പോകാം. എന്നാൽ നീളല്ലാത്ത മറ്റേ ചുറ്റിക്കെട്ടിയതും അതുപോലെ തന്നെ ഇവിടെ ഓപ്പണില്ല ചുരിദാറൊക്കെ ആണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് പിടിച്ച് നരകത്ത് പോലെ ഇടങ്ങാറാലോചിച്ച് നോക്കി നിങ്ങൾ. ഞാൻ വെറുതെ തമാശ പറയല്ലത് ഇല്ലേ? ഫുൾ ഹിജാബിൽ വരുന്ന ഒരാൾക്ക് സുഖമായി നടന്ന് റോട്ടിൽ കൂടെ സ്വർഗത്തിൽ പോകാം. അതില്ലാന്നുണ്ടെങ്കിലോ അവൻ നോക്കുന്നുണ്ടോ ഇവൻ നോക്കുന്നുണ്ടോ ഓൻ കാണുന്നുണ്ടോ ആരെങ്കിലും കാണുന്നുണ്ടോ, എന്നിട്ട് അവിടെ ഹീലില്ല ചെരുപ്പൊക്കെ ഇട്ടിട്ട് ആകെ ഇടങ്ങേറായി ഊരൊക്കെ പാടെ ഒരു ഭാഗത്തേക്ക് ചെരിച്ച് വളച്ച് എടങ്ങേറായി എവിടുക്ക പോണത്? നരകത്ത് കിടക്കുക. അപ്പോൾ ആകെ തുക എനിക്ക് ഇത്രയും സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, സ്വർഗം സ്ട്രൈറ്റ് വേല് ജീവിച്ചാൽ മതി. നരകം കിട്ടണമെങ്കിൽ നേരെ പോയ ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് ഏറ്റവും എളുപ്പത്തിലെത്താൻ പറ്റുന്ന സ്വർഗത്തിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഹദീസാണ് വിഷയം. പക്ഷേ ഇന്ന് അത് എടുക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ഇനി അതേ ഹദീസ് അടുത്ത മാസം എടുക്കേണ്ടി വരും. കാരണം കുറേ ആളുകൾ പുറത്തായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. ഒരു 11:30 വരെ ഉള്ള ക്ലാസ് എടുക്കുക. അതിനുശേഷം ഞാൻ ഇൻഷാ അല്ലാഹ് നിർത്തും. ഇവിടെ ഞാൻ ഓതി വെച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ, ഏറ്റവും അധികം ആയത്തുകളുള്ള വളരെ ദൈർഘ്യമേറിയ ഒരുപാട് പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സൂറത്ത്, ഖുർആനിലെ ഏറ്റവും അത്വൽ സൂറത്തും ഫിൽ ഖുർആൻ സൂറത്തുൽ ബഖറയാണ്. അതിൽ 29-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ മനുഷ്യന് വേണ്ടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യൻ ആർക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഇബാദത്ത് എടുക്കാനാ. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് പൈസ ഉണ്ടാക്കാനല്ല. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ലോകത്ത് ജീവിക്കാനുമല്ല. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇവിടെ ഭയങ്കര പത്രാസോടുകൂടി ജീവിക്കാനോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒന്നിനല്ല. ലോകത്തെല്ലാ മനുഷ്യന്മാരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹിനെ ആരാധിക്കാനാണ്. എന്നാൽ ഈ മനുഷ്യനല്ലാത്ത സകലതും, മനുഷ്യരും ജിന്നുമല്ലാത്ത സകലതും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹു നമുക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യർക്ക് വേണ്ടിയാണ്. എങ്ങനെയത് മനസ്സിലാക്കുക? ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ലോകത്തിലെല്ലാം മനുഷ്യന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു, മനുഷ്യനാകട്ടെ അള്ളാഹുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അതെങ്ങനെ നമുക്ക് മനസ്സിലാകുക? നമ്മൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ ഈ ആനയെ കൊണ്ടുപോകണം കണ്ടിട്ടില്ലേ? ഇല്ലേ? ഒരു ഇത്ര പോകുന്നൊരു വടി ഉണ്ടാവും. അത് വെച്ചിട്ട് മനുഷ്യന് ഒരു 100 മനുഷ്യനെപ്പുറത്ത് വെച്ചാലും ഒരാന ചിലപ്പോൾ ഇങ്ങോട്ട് തൂങ്ങി വരില്ല. എന്നിട്ട് ആ ആനനെ ഒരു വടിമ ഇങ്ങനെ കൊണ്ടിടക്കും.
എന്നാൽ ഏതെങ്കിലും ഒരു ആന ഒരു മനുഷ്യനെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല. കാരണം മനുഷ്യൻ്റെ ശരീരം എത്ര ഉള്ളെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഉള്ളിലൊരു ബ്രെയിൻ കൊടുത്തിട്ടുണ്ട്. ആ ബ്രെയിൻ ആനക്കുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന പോലെ ആനൻ്റെ ബ്രെയിന് വർക്ക് ചെയ്യൂല. അപ്പം ആന സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ആനയ്ക്ക് വേണ്ടിയല്ല. അല്ല. ഇനി ടോക്കൺ ഉള്ളവരുണ്ടെങ്കിൽ പോവുക, അല്ലെങ്കിൽ ടോക്കൺ ആവശ്യമുള്ളവർ ചെല്ലുക. ഇല്ല. ശരി. അപ്പം ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇവിടെയുള്ള ഉറുമ്പ് മുതൽ പാമ്പടക്കം ആനയടക്കം ലോകത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ മനുഷ്യന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ലോകത്ത് ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതൊക്കെ ലക്കും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവയെ മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ളത്. പാമ്പിനെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന് വേണ്ടിയാണ്. പാമ്പിനെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന് വേണ്ടിയാണ്. കൊത്തിയ മരിക്കും, അത് വേറെ വിഷയമാണ്. പക്ഷേ ഒരുപാട് വിഷാംശങ്ങൾ അവ സ്വാംശീകരിച്ചെടുക്കുന്നുണ്ട്. അവയെ കൊണ്ട് മനുഷ്യർക്ക് ഉപകാരമുണ്ട്. മനുഷ്യരെ ചിലപ്പോൾ അത് ചികിത്സയുമായി ബന്ധപ്പെടുത്തിയിട്ട് പലരും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പലതുമുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ മനുഷ്യന് വേണ്ടിയിട്ടാണ്. ഇമാം സഅദി റഹ്മഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് ബിർറംബിക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നന്മകൾ പടച്ചറബ് ഇങ്ങനെ ഒരുപാട് നൽകുവാൻ വേണ്ടിയാണ്. വറഹ്മതൻ, അള്ളാഹുവിൻ്റെ കാരുണ്യം നൽകാൻ വേണ്ടിയാണ്. ഇവിടെ ചില ആളുകൾ പറയും, ഇപ്പോൾ ഈ ഓണവുമായി ബന്ധപ്പെട്ടിട്ടില്ലേ പച്ചക്കറി വാങ്ങി ഇന്നലെ മിനിയാന്നൊക്കെ ആരെങ്കിലും? ഇല്ല. 1 കിലോ പയറിന് എത്ര ഇപ്പോൾ വില? പച്ചപ്പയറല്ലേ നീളത്തിനുള്ള നാടൻ പയർ 110 റുപ്യൊക്കെയാണ് 1 കിലോന്. 1 കിലോ പയറിട്ടണമെങ്കിൽ 110 റുപ്യ എടുക്കണം ഇപ്പോഴത്തെ വില. അപ്പോൾ അതിന് പകരം ബീഫ് വെച്ചുകൂടെ? വെക്കാൻ പറ്റുമോ? ചിലവർ പറയും മാംസം മനുഷ്യന് പാടില്ല, മാംസം മനുഷ്യന് പാടില്ല എന്ന് ചില ആളുകൾ വാദിക്കാറുണ്ട്. ഞാൻ പറയണതെന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാം മനുഷ്യന് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതെങ്ങനെ മനസ്സിലാകാമെന്നറിയോ? കോഴി ഇറച്ചി മനുഷ്യന് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, മാംസം മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എങ്ങനെ മനസ്സിലാകുക? നിങ്ങൾ പശുവിൻ്റെ പല്ല് നോക്കുക. പശുവിൻ്റെ പല്ല് പരന്നിട്ടായിരിക്കും, കൂർത്തിട്ടല്ല. അഥവാ സസ്യാഹാരം കഴിക്കുന്ന ജന്തുക്കളുടെ പല്ലൊക്കെ പരന്നിട്ടാണ്. മനസ്സിലാണ്ടോ? കാരണം പയറ് ചവച്ച് തിന്നാലാണ്, കടിച്ചു വലിക്കണ്ട. ആരെങ്കിലും പയറിങ്ങനെ കടിച്ചു വലിക്കലുണ്ടോ? തക്കാളി കടിച്ചു വലിക്കുമോ? ഇല്ല, ചവച്ച് തിന്നണ്ട. അപ്പോൾ പല്ല് പരന്നിട്ടാണ്. എന്നാൽ സിംഹത്തിൻ്റെ പല്ലോ നായയുടെ പല്ലോ കൂർത്തിട്ടാണ്. കാരണം അവ ജീവികളെയാണ് വേട്ടയാടുന്നത്. അപ്പം മാംസം കടിച്ചു വലിക്കണം. ഇനി മനുഷ്യന്മാരെ വല്ലോ ഇത് രണ്ടുമുണ്ട്. മുൻഭാഗത്തൊക്കെ പരന്ന്, അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ പല്ലും പരന്നിട്ടായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഒരു കോമ്പല്ലുകളുണ്ട് മനുഷ്യന്മാർക്ക്, കൂർത്തിട്ടാണ്. അതിനർത്ഥം തക്കാളിയും തിന്നണം, ഇറച്ചിയും തിന്നണം, പയറും തിന്നണം, മുട്ടയും തിന്നണം. ഇത് വെറുതെ പറയണല്ല. ഇനി ഒരാൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം. പക്ഷെ അടുത്ത ആൾ തിന്നണത് എന്ത് ചെയ്യണ്ട? മുടക്കാൻ നിൽക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ദുനിയാവിലുള്ളത് തിന്നാൻ വരെ പടച്ചോൻ പല്ല് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സഹായിച്ചിട്ടുണ്ട്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ലോകത്തുള്ളത് മുഴുവനും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് മനുഷ്യന്മാർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ഇമാം സഅദി റഹ്മത്തുള്ള പറയാ, അതൊക്കെ പടച്ച റബ്ബിൻ്റെ അനുഗ്രഹങ്ങളാണ്. എന്നിട്ട് ജമീഉ മാ അലൽ അർള്, ഭൂമി ലോകത്തുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചിട്ടു. ലിൽഇൻതിഫാഇ വൽ ഇസ്തിംതാഇ വൽ ഇഅ്തിബാർ, നിങ്ങൾക്കതിലൂടെ ഉപകാരം കിട്ടണം, നിങ്ങൾക്കതിലൂടെ ആസ്വാദനം കിട്ടണം, നിങ്ങൾക്കതിലൂടെ ഗുണപാഠം കിട്ടണം. എന്നിട്ട് പറയാണ്, വഫീ ഹാദിഹിൽ ആയത്തിൽ അദീമ, ഈ മഹത്തായ ആയത്തിലുണ്ട് ദലീലുൻ അലാ അന്നൽ അസ്ല ഫിൽ അശിയാഇ അൽ ഇബാഹത്ത് വത് ത്വഹാറ,
പൊതുവിൽ ഏതൊരു വിഷയത്തിലാകട്ടെ അവയെല്ലാം തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ്, അസ്ലിൽ അനുവദനീയമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്ലിൽ അനുവദനീയമാണ്. അപ്പോൾ ഇത് ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതാണ് ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ദുനിയാവിൻ്റെ വിഷയം, മരിക്കണീൻ്റെ മുമ്പുള്ള വിഷയങ്ങളാണ്. ഫുഡ് എപ്പോഴാണ് കഴിക്കുക? മരിക്കണീൻ്റെ മുമ്പ് കഴിക്കണം. വസ്ത്രം എടുക്കേണ്ടത് മരിക്കണീൻ്റെ മുമ്പ് കഴിക്കണം. ഉടുപ്പിക്കൽ പിന്നുണ്ട്, കഫം പുടവ, അത് മറ്റൊരു വിഷയമാണ്. വീട് എപ്പോഴാണ് വേണ്ടത്? മരിക്കണീൻ്റെ മുമ്പാണ്. ചില ആളുകൾ പറയും, നീ ഇന്ന ആളുകളുടെ കൂടെ ചേർന്നാൽ നിൻ്റെ മയ്യത്ത് വരെ ഞങ്ങൾ എന്ത് ചെയ്യൂല, മറമാടൂല എന്ന്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓനെന്ത് പ്രശ്നമല്ല? ഒരു പ്രശ്നമല്ല. മക്ബറ തടയപ്പെടുന്നൊക്കെ ചില ജാഹിലുകൾ വിളിച്ചു പറയും. ഇന്ന ആദർശം സ്വീകരിച്ചാൽ നിൻ്റെ മയ്യത്ത് ഇവിടെ കൊടുന്ന് വെക്കാൻ പറ്റൂല. ആ മയ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. മരണത്തോടു കൂടി അത് തീർന്നില്ലേ? പിന്നെ പൊതുജനത്തിൻ്റെ വിഷയമാണത്. അപ്പോൾ ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കില്ല. ഞാൻ പറയുന്നത് ദുനിയാവിൽ ഏത് വിഷയവും മരിക്കണീൻ്റെ മുമ്പാണ്. ബിരിയാണി ആർക്കാണ് വേണ്ടത്? ജീവനുള്ളവനാണ്. വസ്ത്രം വേണ്ടത് ജീവനുള്ളവനാണ്. വെള്ളം വേണ്ടത് ജീവനുള്ളവനാണ്. വാഹനം വേണ്ടത് ജീവനുള്ളവനാണ്. എല്ലാം ആവശ്യമുള്ളത് ഈ പറയപ്പെടുന്ന ജീവനുള്ള മനുഷ്യന് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണം. ജീവിക്കാൻ വേണമെങ്കിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ വേണം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ ദുനിയാവിൽ എന്ത് സംഗതിയും തന്നെ അതിൻ്റെ അസ്ല് അനുവദനീയാണ്. വെള്ളം അനുവദനീയാണ്, ഭക്ഷണം അനുവദനീയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇന്ന 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 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്, തിന്നരുത്, കുടിക്കരുത്, ഉടുക്കരുത് എന്ന് തെളിവ് സഹിതം പറഞ്ഞാൽ പിന്നെ അത് ഹറാമായി മാറും. അത് ഹറാമായി മാറും. നിങ്ങൾ ഈ ക്ലാസ് ആ രൂപത്തിൽ തന്നെ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ളത് മുഴുവനും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. എന്നാൽ ചില കാര്യങ്ങൾ അല്ല പറയാണ്, ഇന്നത് 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 തെറ്റാണ്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനുഷ്യന്മാർ മാറി നിൽക്കണം. അതാണ് ദുനിയാവ്. അതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദം വലഹ്മൽ ഖിൻസീർ. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദം വലഹ്മൽ ഖിൻസീർ. തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ളത് ഇവയൊക്കെയാണ്. അൽ മൈതതു, ശവം തിന്നാൻ പാടില്ല. ആരെ സംസാരിക്കണ്ടോ? സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കൈ പൊന്തിച്ചാൽ മതി, അവസരം തരും. സംസാരിക്കും. ഞാൻ തമാശ അറിയല്ല, ഞാൻ സ്കൂളിൽ അങ്ങനെ തന്നെ. സംസാരിക്കാൻ മുട്ടി നിൽക്കുന്ന ആളുകൾ കൈ പൊന്തിക്കുക, എന്നിട്ട് സംസാരിച്ചിട്ടിരിക്കുക, പിന്നെ വിടാൻ പാടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദം. അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ളത് അൽ മൈതത്ത്, ശവമാണ്. ശവം തിന്നാൻ പാടില്ല. ശവം തിന്നാൻ പാടില്ല. കോഴി നല്ല കോഴിയാണ്, പക്ഷേ ചത്തിട്ടുണ്ട്, തിന്നാൻ പറ്റൂല. നല്ല മുട്ടൻ ആടാണ്, പക്ഷെ ചത്തുപോയി, തിന്നാൻ പറ്റൂല. അപ്പം മീനോ? മീൻ അറുത്തിട്ടാ തിന്നല്? അത് ശവല്ലേ? അപ്പം എന്താ വ്യത്യാസം? ഓരോ മത്തിനും പിടിച്ചിട്ട് ഇങ്ങനെ അറുത്തിട്ട് തിന്നല് നടക്കുമോ? ഇല്ല. അപ്പോൾ അവിടെ വേറെ നിയമം വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് കടലിൻ്റെ ശവം അനുവദനീയമാണ്. കടലിൻ്റെ ശവം ഒന്ന് പറഞ്ഞാണ്. അങ്ങനെ തന്നെ പറയണം കേട്ടോ, അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. കടലിൻ്റെ ശവം അനുവദനീയം പറയും. കടലിലെ ശവം അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടലിൽ 10 ആളെ ഡെഡ് ബോഡി കടലിലുണ്ടെങ്കിൽ അത് തിന്നാൻ പറ്റൂല. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വെള്ളത്തിൽ പോയി, അല്ലെങ്കിൽ എന്താണ്, ഒരു കോഴി ചത്തത് കരയിൽ നിന്നാണ്, കിട്ടിയത് കടലിൽ നിന്നാണ്. കടലിലെ ശവം അനുവദനീയം അല്ല. കടലിൻ്റെ ശവം അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ, അത് കടലിൻ്റെതാണ്. അത് കരയിൽ ജീവിച്ച് കടലിൽ പോയി ചത്തതല്ല. കരയിൽ ജീവിച്ച് കടലിൽ ചത്ത വസ്തുക്കൾ അനുവദനീയല്ല. അപ്പം അല്ലാഹു പറയാം, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത, ശവം നിങ്ങൾക്ക് ഹറാമാണ്. വദ്ദം, ബ്ലഡ് നിങ്ങൾക്ക് ഹറാമാണ്. ബ്ലഡ് കുടിച്ചിരുന്ന മനുഷ്യന്മാരുണ്ട് മുൻകാലഘട്ടത്തിൽ, ഇപ്പോഴും ഉണ്ട്. ആദിവാസികൾ പല സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാം, അവരാളുകളെ കൊന്നിട്ട് ഞരമ്പിൽ നിന്ന് ബ്ലഡ് ശേഖരിച്ചിട്ട് അത് ഊറ്റി കുടിക്കുക. നമുക്ക് ആലോചിക്കാൻ വരെ കഴിയൂല.
അപ്പോൾ ബ്ലഡ് ഒരിക്കലും തന്നെ ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. വലഹ്മൽ ഖൻസീർ, പന്നിമാംസം ഫ്രൈ ആക്കി തിന്നുക. ആലോചിക്കാൻ കഴിയും നമുക്ക്? ഇല്ല. ഇത് തിന്നുന്ന ആളുകളുടെ മതഗ്രന്ഥത്തിൽ തന്നെ പറയേണ്ടത് തിന്നാൻ പറ്റൂല. അങ്ങനെ മുസ്ലിങ്ങളിലും ഉണ്ട്. ചിലത് തിന്നാൻ പാടില്ല എന്ന് നമുക്ക് പറഞ്ഞാൽ അതന്നെ തിന്നുന്ന ആളുകളുണ്ട്. വമാ ഉഹില്ല ബിഹി ലഗൈരില്ല, അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ട എന്തും തന്നെ നമുക്ക് തിന്നാൻ സാധ്യമല്ല. എന്ത് വിഷയമാണില്ല, അള്ളാഹിൻ്റെ പേരിലല്ല. ഇനി കോഴി അള്ളാഹിൻ്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ടാൽ തിന്നാൻ പാടില്ല. വഹി കൊണ്ടുവന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ പേരിൽ ഒരു കോയിനെ നേർച്ചയൊക്കെ തിന്നാൻ പറ്റുമോ? പറ്റൂല. കഅബൻ്റെ പേരിലൊരു കോയിനെ നേർച്ചാക്കി തിന്നാൻ പറ്റുമോ? പറ്റൂല. അപ്പം പിന്നെ മമ്പറന്നങ്ങളുടെ പേരിൽ നേർച്ചാക്കി തിന്നാൻ പറ്റുമോ? പറ്റൂല. നിങ്ങൾക്ക് എതിർപ്പുള്ള ആളുകളൊക്കെ ഒരു പക്ഷേ ഇതിലുണ്ടാവും. എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും തന്നെ അത് അനുവദനീയമാക്കാൻ ഒരു നിർവാഹമില്ല. എന്തേ കാരണം? അള്ള പറഞ്ഞ അള്ളാൻ്റെ പേരിലല്ലാതെ അറുത്തത് തിന്നാൻ പറ്റൂല, പാടില്ല. അത് തിന്നാൽ അതുകൊണ്ട് നല്ല കുറുമ വെച്ച ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം. ചില ആളുകൾ വാതിൽ തുറന്നിട്ട് അതിൻ്റെ ഇടയിൽ കോയിനെ വെച്ചിട്ട് വാതിലടക്കും, തല വെച്ചിട്ട് കോഴി ചാകും. ഇപ്പം ആധുനിക ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് പശുവിനെയും അതുപോലെ തന്നെ മൂരിയെയും ഒക്കെ കൊല്ലാനൊരു മാർഗ്ഗം ഉണ്ട്. എന്തറിയോ? ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തും, അങ്ങോട്ടും കൂടെ അനങ്ങാൻ പറ്റില്ല. മേലുണ്ടാവും കറക്റ്റ് ഇതിൻ്റെ തലയുടെ മുകൾ ഭാഗത്ത് വന്നടിക്കുന്ന ഒരു ഹാമർ പോലെ ഒരു വസ്തു. അതുകൊണ്ട് ഒരൊറ്റ അടിയാണ്, തലച്ചോറ് ഇളകിയിട്ട് അവിടെ പടഞ്ഞു മരിക്കും. തിന്നാൻ പറ്റൂല. എന്നേ തിന്നാൻ പറ്റാത്തത്? അതിൽ പുഴുക്കളൊന്നും നിൽക്കണോ? ഇല്ല. അത് വിശ്വാസമാണ്. അത് ഈ ദുനിയാവിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. ദുനിയാവിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ മുഴുവനും പഠിപ്പിച്ചു തരേണ്ടത് അപ്പുറത്തുള്ള സൃഷ്ടാവാണ്, അള്ളാഹുവാണ്. അപ്പോൾ ആ അള്ള ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു എക്സ്ക്യൂസ് ഇല്ല. ഇവിടെ നമ്മളിപ്പോൾ ഓടിടുമ്പോൾ ഇതിൻ്റെ ആദ്യം മരമായിരുന്നു അല്ലേ? മുമ്പ് ഇത് മരമായിരുന്നില്ലേ? ഇതിൻ്റെ പട്ടികയും അലകും പാളിയൊക്കെ. ഇപ്പം എന്താണ്? ഇരുമ്പാണ്. ഇത് നമുക്ക് ടെറസാക്കാം, എന്തും ചെയ്യാം, അതിന് പ്രശ്നമില്ല. അത് ദുനിയാവിൻ്റെ വിഷയമാണ്. പക്ഷെ ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അള്ള പറഞ്ഞതിൻ്റെ അപ്പുറത്ത് നിൽക്കാൻ പാടില്ല. അപ്പം നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, നിങ്ങളൊന്ന് എണീറ്റുന്നാണ്. ഇപ്പോൾ കുറേ സമയമായില്ല വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് എന്താ അറിയില്ല, ചില ആളുകൾ ഉറങ്ങി ചിന്തിക്കുന്നുണ്ട്. ഉറങ്ങിയിട്ട് ചിന്തിക്കുക. ഈ ഉറങ്ങി ചിന്തിച്ചവരൊന്ന് കൈയൊന്തിച്ചാണ്. ആരും കൈയൊന്തിക്കൂല. പക്ഷെ എന്നാലും നമ്മൾ ചിലതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഉറങ്ങിയാലും ചെറിയ ചില ഇതിങ്ങനെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ചിന്തിക്കണം. അത് കണ്ണ് തുറന്ന് ചിന്തിക്കണം. മീനിനെ പോലെ ചിന്തിക്കണം. മീന് കണ്ണടക്കൂല. അപ്പോൾ ഇനി ഉറക്കം പോയി എന്ന് ഉറപ്പില്ലവർക്കിരിക്കാം. നിങ്ങൾ തൊട്ടടുത്തുള്ള ആളെന്ന് പരിചയപ്പെട്ടാൽ നിങ്ങൾക്ക് ഓലെ പേരറിയെങ്കിൽ ഓലെ അമ്മാൻ്റെ ഇപ്പാൻ്റെ പേരൊന്ന് ചോദിക്ക്. അടുത്തുള്ള ആൾ സലാം പറയാം. തുടങ്ങിക്കോളി, പ്രശ്നമില്ല. നിങ്ങൾ ഓലെ പേരറിയുന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ ഇപ്പാൻ്റെയും പേര് ചോദിക്കുക. ശരി. ഇതിൽ ഉപ്പാൻ്റെ പേരറിയുന്നവർ, സ്വന്തം ഉപ്പാൻ്റെ പേരറിയുന്നവരൊന്ന് കൈയൊന്നിക്ക്. സ്വന്തം ഉപ്പാൻ്റെ പേര് അറിയാം. കൈ താത്തല്ലേ? കൈ വന്നിച്ചോളി. ഉപ്പാൻ്റെ പേരറിയുന്നവർ, അല്ലാത്തവർ കൈ താത്തുക. കുറേ താന്നു. അല്ല, പ്രശ്നമല്ല. നമ്മൾ അറബികളല്ല. അറബികൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അവരുടെ ഉപ്പാൻ്റെ പേരറിയുന്നവർ 3 പേരറിയോ? മാഷാ അല്ലാ. അവിടെ ഒരാളും. നിങ്ങൾ പേരെന്ന് പറഞ്ഞാണ്? നിങ്ങളുപ്പാൻ്റെ പേര് മുഹമ്മദ്. പിന്നെ മുഹമ്മദ് ബിൻ അലവി. പിന്നെ അഹ്മദ്. മാഷാ അല്ലാ. നിങ്ങളെ പേരെന്താ? സുബൈദ ബിൻത്ത് മുഹമ്മദ് ബിൻ അലവി ബിൻ അഹ്മദ് അല്ലേ? മാഷാ അല്ലാ. ഇരിക്ക്. നിങ്ങൾ പറയ്. അജ്നാസ്, അഖ്നാസ്.
റഹ്നാസ്, ആ മുഹമ്മദ്, ബീരാൻകുട്ടി, ഉണ്ണി മുഹമ്മദ് അല്ലേ? റഹ്നാസ് ബിൻത്ത് മുഹമ്മദ് ബിൻത്ത് ഇബിന് ബീരാൻകുട്ടി ഇബിന് കുഞ്ഞു മുഹമ്മദ്, 3 ആളെ ഉപ്പാനെ അല്ലേ, 3 തലമുറ. അപ്പം നമ്മൾ അത്ര നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ. അപ്പം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവരൊപ്പം നിങ്ങളെത്തണം. വാപ്പാൻ്റെ പേര്, വാപ്പാൻ്റെ പേര്, ആ വാപ്പാൻ്റെ പേര് ഒന്ന് ചോദിച്ച് പഠിച്ചു വരണം കേട്ടോ. കുടുംബം ഒന്ന് തെളിയിക്കണേ നമുക്ക് ഇൻഷാ അല്ലാഹ്. ഈ കാലഘട്ടത്തിൽ അറിയാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഈ 3ാമത്തെ ഉപ്പാൻ്റെ പേര് എനിക്കും തന്നെ എൻ്റെത് അറിയില്ല കേട്ടോ. 2 ഞാൻ പഠിച്ചു വെച്ചിക്കണ്. ഞാൻ ഇപ്പം എന്താ വെച്ചാൽ വെറുതെ പറയില്ല, ഇപ്പം ബന്ധങ്ങളൊക്കെ ഇങ്ങനെ അകന്നു പോണൊരു സമയമാണല്ലോ. ഇപ്പോഴത്തെ ബന്ധത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? എന്താ, ബൈക്ക് ഓടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബൈക്കൊന്നും ഓടിക്കണ്ട, നടന്നു പോകുമ്പോൾ തന്നെ പണ്ട് ഈ തോട്ട് വരമ്പത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പുറത്തെ വരമ്പത്ത് കൂടെ ആരെങ്കിലും പോകണേ, ആ ആയിഷ എന്തൊക്കെയുണ്ട് ഈ സുഖം എന്ന് ചോദിച്ചില്ലേ? ഇന്ന് നേരെ വരുമ്പോണ്ടല്ലോ, ഇത് ആയിഷയാണോ എന്ന് നോക്കും. ആയിഷയാണെങ്കിൽ തലയെടുത്തിരിക്കും. തമാശല്ല. ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ദൂരത്തുനിന്ന് ഇങ്ങനെ എനിക്ക് പരിചയമുള്ള ആളാണോ എന്ന് നോക്കും. ആണെന്ന് ഉറപ്പായാൽ ഇങ്ങോട്ട് തിരിയും, ഓൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കും. ആ കാലഘട്ടമാണ്. അതുകൊണ്ട് ഇപ്പം ഞാനൊക്കെ ഉദ്ദേശിക്കണം ഇൻഷാ അല്ലാഹ് നമുക്ക് കുറേ ദിവസങ്ങളൊക്കെ ഒഴിവിട്ടുമ്പോൾ ഉപ്പാനോട് ചോദിച്ചിട്ട് ഉപ്പാൻ്റെ കുടുംബം ഇങ്ങനെ എഴുതിയേക്കുക. ഇന്ന ആളുകൾ ഇന്ന സ്ഥലത്ത് ഉമ്മാൻ്റെ കുടുംബം എഴുതിയേക്കുക. എന്നിട്ടൊരു ബൈക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, പോകുക. ഒരു 500 റുപ്യേൻ്റെ പെട്രോളിൻ്റെങ്കിൽ ഏകദേശം കുടുംബത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എത്താൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ എൻ്റെ പെങ്ങളുടെ വിവാഹം പറയാൻ വേണ്ടി കുടുംബം തെളിയിച്ച് വാണിയമ്പലത്തെത്തി. അങ്ങനെ ഞങ്ങൾ തീയാംതുരുത്തികളാണ്, ഒറിജിനൽ തീയാന്തുരുത്തി. പക്ഷേ പൊട്ടിപ്പാലെന്നാണ് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും അറിയാം. ഒറിജിനൽ പേര് ശരിക്ക് തീയാംതുരുത്തി എന്നാണ്. അങ്ങനെ ഈ തീയാംതുരുത്തി ഉൾപ്പെടെ ആളുകളെ അന്വേഷിച്ച് ചെന്ന് വാണിയമ്പലത്തെത്തി. അങ്ങനെ ഒരു സ്ഥലത്ത് പോയി അവിടുത്തെ ഒരാളെ കൂട്ടി, സക്കീറാക്കാൻ ഞങ്ങൾ പരിചയമില്ല, ശരിക്കറിയണ കുടുംബമാണ്. അവർ ഞങ്ങളും കൂടി പോയി ചെന്ന് നോക്കുമ്പോൾ ഒരു കല്യാണ വീടിൻ്റെ മുമ്പിലെത്തിയത്. ആ കല്യാണ വീടിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ ഒരു സംശയം, ഏതാ വീട്? അയൽവാസിയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ തേടി വന്ന കുടുംബക്കാരെ വീട്ടിലാണ് ഇപ്പോൾ എന്ത് കിടക്കുന്നത്, കല്യാണം. ഞങ്ങളെന്തിനാ പോയത്? കല്യാണം പറയാനാ. അതിൽ കുടുങ്ങി. ഇനി പോലെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ തേടി പിടിച്ച് ചെന്നതെന്തിനാ? കല്യാണം പറയണം. പറയണോ വേണ്ട, ഇനി തിരിച്ചു പോന്നാൽ പ്രശ്നമായി, പറഞ്ഞാലും പ്രശ്നമായി എന്നുള്ള രൂപത്തിൽ ഏതായാലും കയറി സലാം പറഞ്ഞു, കുടുംബം തെളിയിച്ചു. ഞങ്ങളൊരു കല്യാണം പറയാൻ വേണ്ടി വന്നാണ് എന്ന് പറഞ്ഞിട്ട് കല്യാണവും പറഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ ആ തീയാംതുരുത്തികളും ഞങ്ങളും തമ്മിലിപ്പോൾ എന്തായി, ഒരു കണക്ഷൻ ഉണ്ടായി. അപ്പോൾ ഇത് നമുക്കൊരു ഇബാദത്താണ്. കുടുംബത്തിൻ്റെ കൂടെ പോകുക എന്നുള്ളത് ഇബാദത്താണ്, അള്ളാൻ്റെ അടുത്ത് നിന്ന് കൂലിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇവിടെ സൂചിപ്പിച്ചു വന്നത് എന്തായിരുന്നു? ഇവിടെ സൂചിപ്പിച്ചു വന്നത് അള്ളാഹു അല്ലാത്ത ആളുടെ പേരിൽ അറുക്കപ്പെട്ടത് തിന്നാൻ പാടില്ല. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാണെങ്കിലും പറ്റൂല. എന്തുകൊണ്ട്? കഅബാലയത്തിൽ ചില ഒട്ടകത്തെയും ആടിനെയും അറുത്തിരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പേരിൽ വിഗ്രഹം ഉണ്ടായിരുന്നു ഇല്ലേ? കഅബാലയത്തിൽ 300 ചില്ലാന വിഗ്രഹങ്ങളിൽ പല ആളുകളെയും പേരിട്ട് കൊടുത്തിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച ഒന്നും പറ്റൂല. ഇബാദത്താണോ അള്ളാഹിൻ്റെ പേരിലേ പറ്റുള്ളൂ. ദുനിയാവിൻ്റെ വിഷയം നമുക്ക് എന്തും ചെയ്യാം. ഓലപ്പെരയാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസ ഇട്ടി ഓടാക്കി. ഓട് കഴിഞ്ഞപ്പോഴാണ് പഞ്ചായത്തിൻ്റെ ഒരു വീട് കിട്ടിയത്. അപ്പോൾ അത് വാർപ്പായി. അപ്പോൾ കുറച്ചുകൂടി പൈസ കിട്ടിയപ്പോൾ അതിൻ്റെ മേലൊക്കെ എടുക്കുക. ഇപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് തോന്നില്ലേ? പഞ്ചായത്തിന് തറമൊന്നും കാട്ടാൻ പറ്റില്ല, മേലൊക്കെ എടുക്കുക. അത് വേറെ വിഷയമാണ്. അപ്പോൾ ചെറിയൊരിതാണെങ്കിലും അതിൻ്റെ മുകളിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പം മേലൊക്കെ എടുക്കാം. അങ്ങനെ ഇനിയിപ്പോൾ ചില വീടിൻ്റെ അതിൻ്റെ നിൽക്കുന്ന സ്ഥലം റോഡ് മേലെയും വീട് താഴേക്കാരം. അപ്പോൾ എന്താവും, മേലത്തെ ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് എന്താക്കാം, അടുക്കളയാക്കാം. അല്ലെങ്കിലോ താഴെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആക്കാം. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്, സിറ്റൗട്ടൊക്കെ ആക്കാം. പക്ഷേ ഒരാൾ റുക്കൂ ഇങ്ങനെ നിൽക്കുന്നത് ബാക്കിലേക്ക് നിൽക്കാൻ പറ്റുമോ? എന്താ പറ്റാത്തത്? അത് ദീനാണ്. സിറ്റ് ഔട്ട് മുമ്പിൽ ഉണ്ടാക്കാം, വേണമെങ്കിൽ ബാക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാം. അതിൻ്റെ പേരിൽ അള്ളാഹു എന്ത് സിറ്റ് ഔട്ട് ഇടത്തെ സൈഡിൽ ഉണ്ടാക്കി, അതിൻ്റെ അയലോക്കക്കാരൻ വലത്തെ സൈഡിലാണല്ലോ, അതുകൊണ്ട് നരകത്ത് പറയോ? ഇല്ല.
എന്നാൽ റുക്കു ഇങ്ങോട്ട് ചെയ്യുന്നതിന് പകരം എനിക്ക് ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയാണ് എൻ്റെ ശരീരം പറഞ്ഞിട്ട് ബാക്കിക്ക് വളഞ്ഞാലോ പറ്റുമോ? പറ്റൂല. അതെന്താ? അത് ദീനാണ്. ദീനിൻ്റെ വിഷയം, ഇനി വിഷയത്തിലേക്ക് വരാടോ. ദുനിയാവിൻ്റെ വിഷയം ചെയ്യരുത് എന്ന് പറഞ്ഞത് മാത്രം എന്ത് ചെയ്താൽ മതി? ചെയ്യാതെന്നാ മതി. ചെയ്യരുത് എന്ന് പറഞ്ഞത് മാത്രം ചെയ്യാതെന്നാ മതി. ഭക്ഷണം എന്തും കഴിക്കാം, എന്തും കഴിക്കാം, ചത്തത് തിന്നണ്ട. മനസ്സിലാകണ്ടോ? അള്ളാൻ്റെ പേരിലല്ലാതെ അറുത്തത് തിന്നണ്ട. പിന്നെ ഈ ഇക്കിറിട്ട് പിടിക്കുന്ന രൂപത്തിലുള്ള ജന്തുക്കളെ തിന്നാൻ പാടില്ല. അങ്ങനെ കുറച്ച് കാര്യം തിന്നരുത് എന്ന് പറഞ്ഞത് മാത്രം മാറ്റിച്ചാൽ മതി. ബാക്കിയൊക്കെ തിന്ന. മന്തി തിന്ന, ബിരിയാണി തിന്ന, നെയ്ച്ചോറ് തിന്ന, ഫ്രൈഡ് റൈസ് തിന്ന, എന്തും തിന്ന. കാരണം അത് ദുനിയാവാണ്. ഏത് വീട്ടിലും താമസിക്കാം. നിങ്ങൾക്കൊരു യാത്ര ചെയ്യണം, നടന്നു പോകാം, സൈക്കിളുമ്പോൾ പോകാം, ബൈക്കിൽ പോകാം. കാരണം ചെയ്യണ്ട എന്ന് പറയാത്തതൊക്കെ ദുനിയാവിൽ ചെയ്യാം. ദീൻ അങ്ങനെയല്ല. ദീൻ എന്ന് പറയുന്നത് ചെയ്തോ എന്ന് പറഞ്ഞത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഉദാഹരണം പറഞ്ഞുതരാം. ചെയ്തോ എന്ന് പറഞ്ഞത് മാത്രമേ ദീനിൽ ചെയ്യാൻ പറ്റൂ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ നമ്മൾ വിരലുയർത്തൂലേ? വിരലുയർത്തും. നമുക്ക് നിങ്ങളെ ഒന്ന് ഇങ്ങനെ പിടിക്കും, നേരെ പിടിക്കും. 10 വിരലൊന്നും ഉയർത്തിക്കാണി. ആരെങ്കിലും വിരലിന് പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി താത്തിക്കോളെ. എന്തേ അത്തയ്യാത്തിൽ ഇങ്ങനെ ചെയ്യാത്ത? അല്ല, ഇങ്ങനെ വെക്കാത്ത എന്താ ചെയ്യാത്ത? ഒരു നന്മ ചെയ്താൽ 10 മുതൽ 700 ഇരട്ടി വരെ കൂലിയല്ലേ? ഒരു വിരൽ ഉയർത്തിയാൽ 10 മുതൽ 700 വിരൽ ഉയർത്തിയതിൻ്റെ കൂലിയാണെന്ന് സങ്കല്പിച്ചാൽ 10 വിരലോട് വെച്ചുകൂടെ? ഒരു നേരം 7000 കൂലിട്ടൂലേ? എന്താ ചെയ്യാത്ത? അത് ദീനാണ്. ദീന് ഒരു വിരൽ ഉയർത്താൻ പറഞ്ഞുകൊടുത്ത് ഒരു വിരലേ ഉയർത്താവും. അത് 2 ആക്കാൻ പറ്റൂല. അത് 2 ആക്കാൻ പറ്റൂല. ഇനി ഇശാ നിസ്കാരം 4 റക്അത്താണ്. ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് വരുന്ന ആളുകളുണ്ടാവും. ഒരുത്തം പറയാം, ഞാൻ ഇശാന്ന് 2 കുറച്ചിട്ട് സുബൈക്ക് നല്ല സമയത്ത് 4 എന്തായിരിക്കും അവസ്ഥ? പറ്റുമോ? എന്തേ കാരണം? അത് ദീനാണ്. ദീനിൻ്റെ വിഷയം എന്ന് പറയുന്നത് ചെയ്യണം എന്ന് പറഞ്ഞത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ചെയ്യണം എന്ന് പറഞ്ഞത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ദുനിയാവിൻ്റെ വിഷയം എന്ന് പറയുന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? വിട്ടുന്നാൽ മതി. ഇനി ഉദാഹരണം പറഞ്ഞുതരാം ഒന്നുകൂടി, ഒറ്റൊന്നുകൂടി. എന്നിട്ട് ഞാൻ വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോകും. ഇന്ന് ഏതായാലും മറ്റേ ബഹറക്ക് ഇറങ്ങിയ മാതിരിയാണ് നീന്തുന്നത്. ഓരോ തിരമാലക്കനുസരിച്ച് ഇങ്ങനെ പോവുക നമുക്ക് ഇൻഷാ അല്ലാഹ്. ഇനി മറ്റൊരു വിഷയം, ഫർള് നിസ്കാരം പുരുഷന്മാർക്ക് എവിടെയാണ് ഏറ്റവും അഫ്ളൽ? പള്ളിയിലാണ്. സ്ത്രീകൾക്കോ? വീട്ടിലൊന്നല്ല. പള്ളി പോവുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. പക്ഷേ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാലും മതി. അതിൻ്റെ പേരിൽ എന്ത് ചെയ്യൂല? ശിക്ഷിക്കപ്പെടുന്നില്ല. ഞാൻ ഒരു മുജാഹിദാണ്, ഞാനൊരു സെലഫിയാണ്, വാറിനിട്ട് വലിച്ച് മറ്റേ ബൈക്കുമ്പോൾ നായിനെ കെട്ടി വലിച്ച മാതിരി കൊണ്ടാണെന്നും വേണ്ട. അതൊന്നും ആവശ്യമില്ല. പക്ഷെ ഒരു പെണ്ണ് വിചാരിക്കുകയാണ് എനിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്ന് വിചാരിച്ചാൽ തടയാൻ പാടില്ല. അതുതന്നെയാണ്. അത് ഏത് കിതാബിലും അങ്ങനെ തന്നെയാണ്. വയലിന് വിളിക്കുമല്ലോ. കാരണം എന്താ? വള ഊരി കൊടുക്കും. പണ്ടൊരു ഭർത്താവ് പറഞ്ഞു, വയലിനൊക്കെ പോയി എൻ്റെ മാലയൊക്കെ ഇവിടെ അയച്ചിട്ട് പോയാൽ മതി. കാരണം മൂലയുടെ പ്രസംഗം കേട്ടിട്ട് കയറാൻ പറ്റാത്ത പള്ളിക്ക് ഇതൊക്കെ ഊരി കൊടുക്കുക. കാരണം തിരിച്ചു പോകുമ്പോൾ നിങ്ങളെ പാമ്പ് കൊത്തി മരിച്ചാൽ എന്താ ഈ വള കൊണ്ട് ഉപകാരം ചോദിച്ചു. ശരിയാണല്ലോ. ഇനി അപ്പം എന്താ ഈ തള്ള വിചാരിക്കണമെന്ന് വെച്ചാൽ പോകുമ്പോൾ പാമ്പ് കൊത്താൻ വേണ്ടിയിട്ടാണ് മൂലയിൽ പ്രസംഗിച്ചിരുന്നാ. അപ്പോൾ അതാണ് ഊരി കൊടുക്കും. എന്നാൽ ഓൽക്കുണ്ടാവും അപ്പുറത്തൊരു ചറ്റക്കുടിയിലുമായി ഒരു സാധനം. എന്നിട്ട് യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം അവിടെ മൂലയിൽ ടിക്കറ്റ് കുറിച്ച് കൊടുക്കണ്ടോ? അല്ലെങ്കിൽ ടിക്കറ്റ് നോക്കണ്ടോ? ഇത് യാത്രക്കാരിയാണോ അല്ലെങ്കിൽ നാട്ടിലത്തെ പെണ്ണാണോന്ന്? ഒരു അസലില്ലാത്ത നിയമങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ അത് വേറെ വിഷയമാണ്. അപ്പോൾ ഈ പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമാക്കപ്പെട്ട നമസ്കാരം പള്ളിയിലാണ്. സുന്നത്ത് നിസ്കാരം എവിടുന്നാ? വീട്ടിൽ നിന്നാണ്. നമ്മളെ വീട്ടിലെ പുരുഷന്മാരുണ്ടെങ്കിൽ സുന്നത്ത് വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ട് പോകലാണ് ശ്രേഷ്ഠത. ഇനി നിങ്ങൾ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണേ. പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് സുന്നത്തുണ്ട് ഇല്ലേ? സുന്നത്ത് നിസ്കാരം എവിടെ ശ്രേഷ്ഠം? വീട്ടിൽ. അപ്പോൾ ഒരുത്തം പറയാണ് വീട്ടിൽ കയറുമ്പോഴൊക്കെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ പറ്റുമോ? പറ്റുമല്ലേ? എന്തേ പറ്റായി? അത് ദീനാണ്. അത് അങ്ങനെ നബി പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ വീട്ടിൽ കയറുമ്പോൾ ബെല്ലടിക്കാം, സലാം പറയാം, ബെല്ലടിക്കാം,
മണി അടിക്കുക, അതുപോലെ തന്നെ വാതിൽമ മുട്ട, എന്തും ചെയ്യുക. കാരണം അത് ദുനിയാവാണ്. 2 റക്അത്ത് നിസ്കാരം എന്തായി? ദീനായി. അപ്പോൾ അവിടെ സുന്നത്ത് നിസ്കാരം ശ്രേഷ്ഠമാക്കപ്പെട്ടത് വീടിൻ്റെ ഉള്ളിലാണ്. പക്ഷെ കയറുമ്പോൾ 2 റക്അത്ത് തഹിയ്യത്തുൽ ബൈത്ത് പറഞ്ഞാണ് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിസ്കരിക്കാനും പറ്റൂല. അങ്ങനെയാണെങ്കിൽ നബിദിനോ? നിങ്ങൾ പറയും. ഇവിടെ എത്തുമ്പോഴാണ് അങ്ങോട്ടും കൂടെ ഒക്കെ തിരിഞ്ഞു നോക്കുക. ഇതുവരെ നമ്മളെന്ത് ചെയ്തു? ആ ഒരു ഹാലിലും മട്ടത്തിലൊക്കെ ഇങ്ങനെ കേട്ടു. ഇനി ചിലപ്പോൾ ഈ മറ്റേ മാങ്ങൻ്റെ അണ്ടിനോട് അടുക്കുമ്പോഴാണ് പുളി അറിയാറുന്ന മാതിരി ഇപ്പം നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്? ആ മാങ്ങൻ്റെ ഉള്ളിലേക്കിട്. ഇനി നിങ്ങൾ പറയും. ഞാൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12-ന് ഇതാ ഞാൻ ജനിച്ച ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞ് ഒരു കാരക്ക അസ്ലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സകല സലഫികളും മുജാഹിദുകളും അതുപോലെ തന്നെ സകല ആളുകളും 10 അല്ല 100 കണക്കിന് പോത്തുകളെയും മൂരികളെ അറുത്തിട്ട് വിതരണം ചെയ്യാൻ നമ്മൾ മുമ്പിലുണ്ടാവും. ഖിയാമത്ത് നാൾ വരെ ഒരു ലൈഫായ ഒരു ഹദീസ് പോലുമില്ല ഞാൻ ജനിച്ചത് ഇന്ന ദിവസമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന റബീഉൽ അവ്വൽ 12-നാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാരക്കെങ്കിലും വിതരണം ചെയ്യണം. അല്ലെങ്കിൽ ഞാനിതാ ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ആരോടും ചോദിച്ചോളി, കിട്ടൂല. അത് അത്രയും വ്യക്തമായ ചില കാര്യങ്ങളാണ്. പക്ഷേ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്ത് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം തെളിഞ്ഞിട്ടുണ്ട്. ഹദീസിൽ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. എന്നാ ജനിച്ച്? ഞാനൊരു ഈ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആര് പേര് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനും അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കലുണ്ട്. അതൊന്ന് കേൾപ്പിച്ചു തരാം. അത് ഞാൻ വെറുതെ പറഞ്ഞല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സ്വഹാബിമാർ ചെയ്തിട്ടില്ല, താബിയുകൾ ചെയ്തിട്ടില്ല. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് പിന്നെ പറയാം എന്നാലും തിന്നാൻ കൊടുക്കലല്ലേ. ആ എന്നാലും ദീനിൽ വേണ്ട. അവിടെയാണ് വ്യത്യാസം. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ ഒരു ഭാഗത്ത് പറഞ്ഞിട്ട് പറയും എന്നാലും നല്ലതല്ലേ. അങ്ങനെ നല്ലത് ഇസ്ലാമിലില്ല. നിങ്ങളിത് കേട്ടോ കേട്ടോ. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നബിതങ്ങളോ താബിഈകളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഹിജ്റ 7-ാം നൂറ്റാണ്ട് എന്നാൽ കേട്ടില്ലേ? ആ എന്നാലാണ് പ്രശ്നം. ഒരാൾ പ്രസംഗിക്കുക, ഒരു കാര്യം ഉറപ്പാണ്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പത്നിമാർ മുഴുവനും പള്ളിയിൽ പോയിട്ടുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്, എന്നാലും നമ്മൾ പോണ്ട എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ഞാൻ ഒന്നുകൂടി കേൾപ്പിച്ചുതരാം. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നബിതങ്ങളോ താബിഈകളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. അപ്പൊ ആരവിടെ ശരി പറയണേ? എന്നാൽ ഹിജ്റ 7-ാം നൂറ്റാണ്ട് മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുദഫർ തുടങ്ങി വെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ നബിതങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ? നാളെ ആഖിറത്തിൽ ഹൗലിന്റെ ഇത് വേറൊരാളാണ് ഈ ചെയ്യാൻ പാടുണ്ടോ ചോദിച്ചില്ല. അങ്ങനെ ചെയ്താല് ആഖിറത്തിൽ വരുമ്പോഴത് വേറൊരു ആള് പറയാം. ആട്ടി ഓടിക്കപ്പെടുന്നവരാരൊക്കെയാണ്? കുല്ലുമൻ അഹദത ഫിദ്ദീൻ, ദീനിൽ പലതും പുതുതാക്കിയ ആളുകൾ, ഫഹുവ മിനൽ മത്റൂദീന അനിൽ ഹൗലി, ഹൗലിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നവരാണ്. നബിയെ തങ്ങളെ കാലശേഷം തങ്ങളെ വഫാത്തിന് ശേഷം പലതും ഇവർ ദീനിൽ പുതുതാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. തങ്ങളത് അറിയൂലല്ലോ. നിങ്ങളുടെ ദീനിൽ പലതും അവർ പുതുതാക്കി ഉണ്ടാക്കി ചേർത്തിട്ടുണ്ട്. അപ്പൊ നബി നിങ്ങൾ ഇനി ഒന്ന് ആലോചിച്ച് നോക്കി. ഒരാൾ പ്രസംഗിക്കുകയാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സ്വഹാബിമാർ ചെയ്തിട്ടില്ല. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ 700 കാലഘട്ടത്തിലാണ് ഈ സമ്പ്രദായം വരുന്നത്. എന്നാലും നല്ലതല്ലേ? ആ നന്മ ആർക്ക് വേണ്ട? മുസ്ലിങ്ങൾക്ക് വേണ്ട. അത് വേണ്ട. ഈ എന്നാലും നല്ലതല്ലേ എന്ന് ചോദിച്ചിട്ട് ഇർബൽ എന്ന് പറയപ്പെടുന്ന ഒരു ചക്രവർത്തി ഭരിച്ചിരുന്ന, ഒരു മുദഫർ എന്ന് പറയപ്പെടുന്ന ഒരു ചക്രവർത്തി, അദ്ദേഹമാണ് ഈ സംഗതി ആദ്യമായി കൊണ്ടുവന്ന് തരുന്നത്. ഈ വിഷയം കൃത്യമായി കൊണ്ട് ഒരു
തഴവ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി എഴുതി വെച്ചിട്ടുണ്ട് പച്ച മലയാളത്തിൽ. അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൊല്ലിത്തരങ്ങ്, നിങ്ങളത് അതിൻ്റെ ആശയം ഇങ്ങനെ കേട്ടാൽ മതി. എന്താ പറയുക? മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. ഹിജ്റ 300 വരെ ഇങ്ങനെ ഒരു മൗലൂദ് സിസ്റ്റം തന്നെ ഇല്ല. അങ്ങനെ ഒരു സിസ്റ്റേ ഇല്ല ലോകത്ത്. അത് ഹിജ്റ 300 ശേഷമുള്ള. ഇനി ടെസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവിടേക്ക് ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരുമില്ല. അപ്പോൾ നമുക്ക് മൗലൂദ് ടെസ്റ്റ് ചെയ്യുന്ന. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഹിജ്റ 300 വരെ ഈ സംഭവം ഇല്ല, ലോകത്തില്ല. ഇനിയോ മലിക്കുൽ മുദഫർ ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠന, മൗലൂദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വലെന്താഘോഷമാ. ഭയങ്കര ഇഷ്ടമാണ് ഇയാൾക്ക് എന്താ മൗലൂദ് കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശൈഖ് ഇബ്നു ദഹിയ്യത്ത് മൗലിദൊന്നു രചിക്കല, രാജാവിനത് കണ്ടേറ്റവും സന്തോഷമാ. ഒരുമിച്ച് ജനിച്ച് വളർന്ന ഒരു പണ്ഡിതനാണ് ഇബ്നു ദഹിയ അൽ കൽബി എന്ന് പറയപ്പെടുന്ന വ്യക്തി. അദ്ദേഹമാണ് ആദ്യമായി ഹിജ്റ 544 ജനിക്കുകയും മരിക്കുകയും ചെയ്ത, അതായത് 630 മരിക്കുകയും ചെയ്ത ഈ മനുഷ്യനൊരു മൗലിദ് എഴുതി കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എഴുതി കൊടുത്തിട്ടില്ല. കാത്തിബുൽ വഹി സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എഴുതി കൊടുത്തിട്ടില്ല. ഈ പറയപ്പെടുന്ന രാജാവിൻ്റെ ഒപ്പം ജീവിച്ച ഒരു മനുഷ്യന് എഴുതി കൊടുത്തപ്പോൾ സമ്മാനമായി 1000 നൽകുന്നതായി എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതായി 1000 പൊൻപണം എടുത്തു കൊടുത്തു രാജാവ്. 1000 പൊൻപണം എടുത്തു കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ തിന്നണ വിഷയമാണ്. മൗലൂദ് കഴിക്കല, റാത്തീബ് കഴിക്കല, അതാത് കഴിക്കല, ഒക്കെ കഴിക്കല, എല്ലാം കഴിക്കല. അത് ഇതിൽ പറയണ്ടേ. ഇനി കണ്ടോളി എന്തൊക്കെയാണെന്ന് അറിയാം. അന്ന് അർത്ഥീനത് എന്തൊക്കെ അർത്ഥത്? ചെറുതൊന്നും പോരാ. മൗലൂദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, പാത്രങ്ങളിൽ അലുവായുമുണ്ടോരോ തരം, ഉലമാക്കളനവധി ഹാജറുണ്ടെന്ന്. മൗലൂദ് കഴിക്കണമെന്ന് 5000 ആടിനറക്കണം, 10,000 കോഴി പൊരിക്കണം. ഇനി അതിനൊക്കെ ശേഷം പാത്രങ്ങൾ മുഴുവനും ഹൽവയാത്തുകൾ നിറഞ്ഞു നിൽക്കണം. മനസ്സിലായോ? ഇതെന്നുണ്ടായതാ ഹിജ്റ 544 ജനിച്ച ആളെ എഴുതി കൊടുത്തതാ. അപ്പോൾ ഇതൊരിക്കലും തന്നെ വെറുതെ സൂചിപ്പിച്ചാൽ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു മാനസിക വിഷമം ഉണ്ടാവും. കാരണം നമ്മൾ ചെന്നിട്ട് ഈ സാധനമൊക്കെ തിന്നണ്ടി അല്ലേ, ഇനിയിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് തിന്നാന്നൊക്കെ ഉള്ളത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏതാ ദിവസം എന്നറിയോ? ഏതാ? തിങ്കളാഴ്ച. ഒരു തർക്കമില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് തിങ്കളാഴ്ചയാണ്. ഒരു തർക്കമില്ല. ഇമാം മുസ്ലിം റഹ്മഹുല്ല റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ തിങ്കളാഴ്ചയാണെന്ന് ആർക്കറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. അപ്പോൾ ലോകം മുഴുവനും തിങ്കളാഴ്ച മൗലിദ് കൊണ്ടാടണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ജനിച്ച യൗമുൽ മീലാദ് തിങ്കളാഴ്ചയാണ്. എന്താ ചെയ്യേണ്ടത് അറിയോ? ചെയ്യേണ്ടത് നോമ്പ് നോൽക്കണം. ഇതൊന്ന് പബ്ലിക്കായിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കി നിങ്ങളുടെ നാട്ടിലുള്ള ഓരോ ആളുകളോടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇന്നൊരു നോമ്പ് ഒറ്റാലോ എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം ഒരൊറ്റ മൗലൂദ് ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൻ അബീ ഖത്താദ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി അബൂ ഖത്താദത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഇലാൻ സൗമിൽ ഇത്നൈൻ, തിങ്കളാഴ്ച എന്തുകൊണ്ടാണ് റസൂലെ അങ്ങ് നോമ്പ് നോൽക്കുന്നത് എന്ന് ഒരു സ്വഹാബി ചോദിച്ചപ്പോൾ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, ഫഖാല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫീഹി ഉലിത്തു, ആ ദിവസമാണ് ഞാൻ ജനിച്ചപ്പോൾ നോമ്പ് നോറ്റു. റബീഉൽ അവൽ 12 ജനിച്ചു എന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെയും എന്താ ചെയ്യേണ്ടത്? നോമ്പ് നോൽക്കാൻ വേണ്ടിയത്. എല്ലാ സുന്നത്തെടുക്കേണ്ട ആളുകളും തിങ്കളാഴ്ച നോമ്പെടുക്കുന്ന കുറേ ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആരാ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നത്? ആരാ സ്നേഹിക്കുന്നത്? റസൂല് പറയാം, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണം. ഇവിടെ പറയാം റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്, അതുകൊണ്ട് 5000 ആടറക്കണം, 10,000 കോഴി ഇറക്കണം, ബാക്കി പാത്രങ്ങളിലൊക്കെ മിഠായും കൊടുക്കണം.
സുബ്ഹാനല്ലാഹ്, നിങ്ങളതിൻ്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കി. എന്ന് മാത്രമല്ല, വഉൻസില അലയ്യ, എനിക്ക് പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട ദിവസവും അന്ന് തന്നെയാണ്. ഞാൻ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്. എനിക്ക് പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട് ഞാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പദവിയിലേക്ക് ഉയർന്ന ദിവസവും അന്ന് തന്നെയാണ്. അതുകൊണ്ട് സ്വഹാബിമാരെ, നിങ്ങൾ നോമ്പെടുത്തുകൊള്ളുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ പ്രവാചകനായി, 63-ാമത്തെ വയസ്സിൽ മരിച്ചു, 23 കൊല്ലം ജീവിച്ചു. 22 റബീഉൽ അവൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. എന്തായാലും ഒരൊറ്റ ദിവസം പോലും ഒരു കാരക്കയുടെ ഒരു കഷ്ണം പോലും കൊടുത്തിട്ടില്ല. നോമ്പ് നോറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടാടുന്ന ആളുകൾ മുദഫർ രാജാവിൻ്റെ ഒപ്പം നിൽക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കുന്നത്. നമ്മൾ നിൽക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ്. ഇനി പലരും തന്നെ പറഞ്ഞു വെക്കാറുണ്ട്, എന്താ പറയുക, ഇവിടെ ചില ആളുകൾക്ക് റബീഉൽ അവ്വൽ വന്നാൽ പിന്നെ സങ്കടമാണ്. റസൂൽ ജനിച്ചതിൽ സങ്കടപ്പെടുന്ന ഒരേ ഒരു മനുഷ്യന്മാർ ഇവരാണ് അറിയും. ആര്? മൗലൂദ് കഴിക്കാത്തോലേ. എന്താ നിങ്ങൾക്ക് കേൾക്കണോ? അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലേക്ക് വന്ന ദിവസമാണ് മദീന ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ ദിവസമാണ്. ഹിജ്റ നടന്നത് റബീഉൽ അവ്വലിലാണ് ഹിജ്റ നടന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് റബീഉൽ അവ്വലിലാണ്, അഥവാ ഹിജ്റ നടന്ന ആ ദിവസമാണ് മദീന ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. കാരണം ലോകത്തിന്റെ പ്രവാചകരെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയ ഒരു വിഭാഗമാണ് അൻസാരികൾ. എന്നിട്ട് അതിൻ്റെ പിന്നെ അടുത്ത ഭാഗം പറയുകയാണ്. ഇത് അറബി തന്നെ ഞാൻ വായിക്കുകയാണ്. വമാ റഅയ്തു യൗമൻ കാന അഖ്ബഹ വലാ അദ്ലമ മിൻ യൗമിൻ മാത ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മദീന കരഞ്ഞ ഒരു ദിവസമുണ്ട്. മദീനയിലെ സ്വഹാബിമാരുടെ കണ്ണുകളിൽ ഇരുട്ട് കയറിയ ഒരു ദിവസമുണ്ട്. മദീനയിലെ സ്വഹാബിമാര് സ്വന്തം കാര്യങ്ങൾ മറന്നുകൊണ്ട് പള്ളിയിൽ കരഞ്ഞു നിന്ന ഒരു ദിവസമുണ്ട്. അത് യൗമൻ മാത ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രവാചകൻ മരിച്ച ദിവസമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ദിവസം അത് റബീഉൽ അവ്വൽ 12 എന്നുള്ളത് ഒരു തർക്കവും തന്നെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് റബീഉൽ അവ്വൽ 12 ഒരു തർക്കമില്ല. മരിച്ചത് 12. ഇനി എപ്പോഴാണ് മരിച്ചതെന്നറിയോ? സമയം പോലും ഹദീസിലുണ്ട്. സമയം എപ്പോഴാ അറിയോ? 10 മണിക്കും 11 മണിക്കും 9, 10, 11 മണിൻ്റെ ഇടയിലാണ് മരിക്കണത്. രോഗം കൊണ്ട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിൽ കിടക്കുക. അപ്പോൾ ഒരു ദിവസം മരിക്കണ അന്ന് സുബഹിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ഉന്മേഷവാനായി കണ്ടു. അപ്പോൾ സ്വഹാബിമാര് ആ പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കർട്ടൻ ഇങ്ങനെ മാറ്റിയിട്ട് പള്ളിയിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പോൾ എല്ലാവരും ഒരേ നിരയിൽ നിന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ഇമാമത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ സ്വഹാബിമാര് അദ്ദേഹത്തിൻ്റെ ചിരിക്കുന്ന മുഖം കണ്ടു. അപ്പോൾ എല്ലാവരും അൽഹംദുലില്ലാഹ് പ്രവാചകന്റെ രോഗം ശിഫയായി എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ തൻ്റെ മറ്റൊരു ഭാര്യയുടെ അരികിലേക്ക് പോയി, വേറെ സ്ഥലത്തേക്ക് പോയി. പക്ഷേ ഒരു 9-10 മണിയായപ്പോൾ വേദന സഹിക്കാൻ കഴിയുന്നില്ല. മരിക്കാൻ അവസാന രംഗത്തേക്ക് ഇങ്ങനെ പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ മടിയിൽ കിടന്നിട്ട് കൈകൾ ഉയർത്തിയിട്ട് ഇങ്ങനെ പറയാ, ഇലർ റഫീഖിൽ അഅ്ലാ, ഉന്നതനായ കൂട്ടുകാരനായ അള്ളാഹുവിൻ്റെ അരികിലേക്ക് പടച്ചവരെ ഞാൻ നിന്നിലേക്ക് മടങ്ങി വരിക. അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്. അല്ലാഹുവേ നീ സാക്ഷിയാണ്. ഇന്നലിൽ മൗതില സക്കറാത്ത്, ആയിഷ മരണത്തിന് വേദനയുണ്ട് എന്ന് പറഞ്ഞിട്ട് 9-10 മണി സമയത്ത് ഇങ്ങനെ കിടന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുക. എന്നിട്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഇങ്ങനെ കൈയെടുത്താന്നു. ഈ സമയത്ത് ലോകത്ത് ഈ രൂപത്തിലുള്ള ആളുകൾ കുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് മിഠായും പലഹാരവും വാങ്ങി വിതരണം ചെയ്ത് പായസം കുടിച്ച് ആടിനെയും മാടിനെയും പോത്തിനെയും അറുത്ത് അതിലൂടെ സന്തോഷം കണ്ടെത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, നോമ്പെടുക്കണം. ഒരു ഭാഗത്ത് ഹദീസിൽ വന്നു റബീഉൽ അവ്വൽ 12-10 മണി സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കറാത്തിന്റെ വലിച്ച് അവസാനം ഇല റഫീഖിൽ അഅ്ലാ എന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ട് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ
മടിയിലേക്ക് തല താഴ്ന്ന് കണ്ണുകൾ അടഞ്ഞു പോയ സമയത്ത് ഇവിടെ പച്ചയായ യാഥാർത്ഥ്യത്തെ മൂടി വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ ചോറ് തിന്നുന്ന പല ആളുകളും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ പ്രവാചകന്റെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ പേരിൽ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് മെനഞ്ഞുണ്ടാക്കി അതിലൂടെ ആളുകളെ പൊട്ടീസാക്കിക്കൊണ്ട് തങ്ങളുടെ ആശയെയും കീശയെയും വയറിനെയും ഒരുപോലെ വീർപ്പിച്ചെടുക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ മീലാദുൻ നബി എന്ന് പറയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരൊറ്റ ഹദീസിൽ റബീഉൽ അവ്വൽ 12 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാരക്കയുടെ കഷ്ണം കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്കിന്ന് ബിരിയാണി വെച്ച് കൊടുക്കാം, എന്തും വെച്ച് കൊടുക്കാം. അസ്ല് വേണം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ദുനിയാവിൻ്റെ വിഷയം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിട്ടുനിന്നാൽ മതി. ദീനിൻ്റെ വിഷയം ചെയ്യണം എന്ന് പറഞ്ഞത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അത്തഹിയാത്തിൽ വിരലുയർത്തുന്ന കാര്യം പറഞ്ഞത്. 10 വിരലുയർത്തിയാൽ കൂടുതൽ കൂലിയല്ല, അത് നരകത്തിലേക്കാണ് പോവുക. സുന്നത്ത് നമസ്കാരം പള്ളിയിൽ വെച്ചാണ് സുന്നത്ത് നിർബന്ധ നമസ്കാരത്തിന് ഏറ്റവും കൂലി. പക്ഷേ സുന്നത്ത് നിസ്കരിക്കേണ്ടത് വീട്ടിൽ വെച്ചാണ്. എന്തുകൊണ്ട് ഒരാളും തന്നെ തഹിയ്യത്തുൽ ബൈത്ത് വീട്ടിൽ കയറുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാത്തത്? അത് ദീനാണ്. അതിന് തെളിവ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്തത്, സ്വഹാബിമാര് ചെയ്യാത്തത്, ആരും ചെയ്യാത്തത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാചകം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞു, ഫമാലം യകുൻ യൗമൈദിൻ ദീന ഫലാ യകൂനു യൗമൽ ദീന ഫലാ യകൂനുൽ യൗമ ദീന. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ദീനല്ലാത്തത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ദീനല്ലാത്തത്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ദീനല്ലാത്തത് ഇമാം മാലിക് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഫലാ യകൂനുൽ യൗമ ദീന, അതൊരിക്കലും തന്നെ മതമായി വരികയില്ല. അതൊരിക്കലും മതമായി പരിഗണിക്കാൻ സാധ്യമല്ല. പിന്നീട് എങ്ങനെയാണ് 544 ഹിജ്റ 544 ജനിച്ച ഇബ്നു ദഹിയത്തുൽ കൽബി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി മുളഫർ എന്ന് പറയപ്പെടുന്ന ഒരു രാജാവിന് വേണ്ടി എഴുതിയുണ്ടാക്കി 1000 പൊൻപണം കീശയിലിട്ടിട്ട് അവിടെ വെച്ചുകൊണ്ട് 5000 ആടും 10000 കോഴിയും വയറു നിറയെ ഹൽവയാത്തും തിന്ന് അതൊരു സമ്പ്രദായമാക്കി മാറ്റി വരുമ്പോൾ അതിനെ കുറച്ചൊക്കെ ഒരു ഇഖ്ലാസുള്ള ചില പണ്ഡിതന്മാരെങ്കിലും അതിനെ അവരുടെ കൂട്ടത്തിൽ തന്നെ എതിർത്തു. അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എല്ലാവരും നിങ്ങളുടെ കാതുകൾ കൊണ്ട് അത് കേട്ടു. എല്ലായിടത്തും തന്നെ പറയുന്നത് ഇതാ, അവരൊന്നും ചെയ്തിട്ടില്ല. എന്നാലും എന്ന് പറഞ്ഞിട്ടൊരു തെളിവ് ഇസ്ലാമിലില്ല. എന്നാലും എന്ന് പറഞ്ഞിട്ട് എന്നാലും എന്ന് പറഞ്ഞ് അതൊരു തെളിവാക്കി കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അത് മാലിക് റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്യേണ്ടിയിരുന്നു. നമ്മളെക്കാൾ എത്ര വിവരമില്ല. മാലിക്കി മദ്ഹബില്ലേ, ഷാഫി മദ്ഹബില്ലേ, ഹംബലി മദ്ഹബില്ലേ, അതുപോലെ തന്നെ ഹനഫി മദ്ഹബില്ലേ, വേറെയും അറിയപ്പെടാത്ത അല്ലെങ്കിൽ പ്രഗത്ഭമല്ലാത്ത പല മദ്ഹബുകളുണ്ട്. അവരാരും ഇത് ചെയ്തിട്ടില്ല. അവരൊക്കെ ജീവിച്ചത് കുറച്ചു കാലം കൂടി മുമ്പായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്യാത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കൊല്ലം ഭരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴല് പോലെ സഞ്ചരിച്ച മനുഷ്യനാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാമ്പ് കൊത്തുമെന്ന പേടി കൊണ്ട് സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി തയ്യാറായി ആ സൗർ ഗുഹയുടെ ഒരു പൊത്തിൻ്റെ ഭാഗത്ത് പാമ്പ് വരുമെന്ന് പേടിച്ച് അവിടെ കാലിൻ്റെ വിരൽ വെച്ച് അതിൽ പാമ്പ് കൊത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കം നഷ്ടപ്പെടുത്തരുതെന്ന് വിചാരിച്ച് ഇഖ്ലാസ് കൊണ്ട് അവിടെ വെച്ച് കാല് വലിക്കാതെ അവിടെ തന്നെ വെച്ച് പ്രവാചകന്റെ തലയെ ഒന്ന് അനക്കാൻ പോലും തയ്യാറാകാതെ പ്രവാചകന്റെ ആ ഒരു ഉറക്കിനെ ഭംഗം വരുത്താതെ നിൽക്കുമ്പോൾ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ പാമ്പ് കൊത്തിയപ്പോൾ അങ്ങേയറ്റത്തെ വേദന കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി. അത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ഇറ്റിറ്റായി വന്ന് വീണപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് ചോദിച്ചു, എന്തിനാ അബൂബക്കറെ കരയണത്? പാമ്പ് കൊത്തിയിട്ടുണ്ട്. പ്രവാചകന്റെ തുപ്പുനീരെടുത്തിട്ട് അവിടെ തേച്ചു കൊടുത്തു. അത് ശിഫയായി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്ത ബറക്കത്ത്. ഇതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. നാട്ടിലൊക്കെ ഉള്ളതാ. പല ആളുകളും ഇതൊന്നും കഴിക്കാത്തവർ, സ്വലാത്തില്ലാത്തവരാണ്, പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണ്. നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കിക്കോളി. ഒരു ചർച്ച, ലോകത്ത് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. പെണ്ണ് പള്ളിയിൽ പോകണോ വേണ്ടേ, പിന്നെ തറാവീഹ് 11 ആണോ 23 ആണോ, ചർച്ചകൾ നടന്നിട്ടുണ്ട്.
ഒരു മുസ്ലിം, ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ടേബിളിന്റെ ചുറ്റുമിരുന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണോ വേണ്ടേ എന്ന ഒരു ചർച്ച ആരെങ്കിലും നടത്തണമെന്ന് ഒരാൾ പറഞ്ഞാൽ അപ്പോൾ തന്നെ അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി. കേട്ടോളി, ഒരു പെണ്ണ് പള്ളി പോണോ വേണ്ടേ ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ തറാവി എത്ര വേണമെന്ന് ചർച്ച ചെയ്യാം. സക്കാത്ത് സംഘടിതമായി കൊടുക്കണോ വേണ്ടേ ചർച്ച ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണോ വേണ്ടേ എന്നൊരു ചർച്ചയ്ക്ക് ടൈറ്റിൽ ആരെങ്കിലും ഇട്ടാൽ അപ്പോൾ തന്നെ അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. പലരും അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വലാത്തില്ലാത്തവര്, അതുപോലെ തന്നെ മോചിതത്തിന് നിഷേധിക്കുന്നവര്, കറാമത്തിന് നിഷേധിക്കുന്നവര്, പ്രവാചകന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുന്നവര്, നഅൂദു ബില്ലാഹ്, അങ്ങനെ ഒന്നുമില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമേനി, അദ്ദേഹത്തിൻ്റെ ശരീരമെന്നുള്ളത് അത് സുഗന്ധപൂരിതമായ ശരീരമാണ്. അവിടുത്തെ വിയർപ്പിന് പോലും സുഗന്ധമാണ്. അവിടുത്തെ സകലമാന അവിടുന്ന് സ്പർശിക്കുന്നതൊക്കെ ബറക്കത്താക്കപ്പെട്ടതാണ്. അവിടുത്തെ തുപ്പുനീരിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടായാലും നബിദിനല്ല. ഇതൊക്കെ ഉണ്ട്, പക്ഷേ നബിദിനല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിത് ഓർമ്മപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഒരു കണക്കിൽ ഇന്ന് അവിടെ ക്യാമ്പ് വന്നത് നന്നായിക്കാണ്. എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഹദീസ് വായിച്ചിട്ട് ലാ തഖ്ലബ്, കോപിക്കരുത്, കോപത്തിൻ്റെ മറ്റേ ഡെഫിനിഷനും ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകേണ്ടിനി. അതൊക്കെ വേണം. പക്ഷേ ഇത് ഏറ്റവും ആപ്റ്റായൊരു വിഷയമായിട്ട് ഇപ്പം എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഇനി ആരൊക്കെയാണ് ഇത് കഴിഞ്ഞ വർഷം നബിദിനം കഴിച്ചതെന്ന് ഞാൻ ചോദിക്കണില്ല. പക്ഷെ ഞാൻ ചോദിക്കാതെ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ സംവദിക്കണം, ധൈര്യമായിട്ട് പറയണം. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്തറിന് പോയതൊരു വഴിയിൽ, തിരിച്ചു വന്നതൊരു വഴി. കുളിക്കണം, ഈത്തപ്പഴം കഴിക്കണം, ഈദുൽ അദ്ഹ ഈദുൽ ഫിത്തറിന് ഈത്തപ്പഴം കഴിക്കണം, അങ്ങനെ കുറേ സുന്നത്തുകൾ, നല്ല സുഗന്ധം പൂശണം, നല്ല വസ്ത്രം ധരിക്കണം, ഇതൊക്കെ ഉണ്ട്. നബിദിനത്തിൻ്റെ ഒരു സുന്നത്ത് പറയാൻ പറയുങ്ങൾ, ഒറ്റ സുന്നത്ത്. കാരണം അവരെഴുതി വെച്ചിട്ടുണ്ട്, ഖുർആൻ ഇറങ്ങിയ ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ള രാവാണ് ഈ പറയപ്പെട്ട നബിദിനം എഴുതി വെച്ചിട്ടുണ്ട്. പുണ്യ റബീഇന് സ്വാഗതം. ആരാ പറഞ്ഞത് പുണ്യ റബീന്ന്? ആരാ പറഞ്ഞത്? റമദാൻ മാസം പുണ്യാണ്. അതുപോലെ തന്നെ മുഹറമായ മാസങ്ങളുണ്ട്, അശ്ഹറുൽ ഹുറുമ ഉണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചക്ക് പവിത്രത ഉണ്ട്, തിങ്കളാഴ്ചക്ക് പവിത്രത ഉണ്ട്, വ്യാഴാഴ്ചക്ക് പവിത്രത ഉണ്ട്, അയ്യാമുൽ ബീദിന് പവിത്രത ഉണ്ട്. ഇതൊക്കെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലോ ഒരൊറ്റ ഹദീസിൽ ഒരു ലൊയീഫായ ഒരു ഹദീസും കൂടി ഇല്ല. ഈ പുണ്യ റബീ ഇല്ല. ലൊയീഫായ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ കാലങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ അതിൽ ഇന്ന ആൾ മറ്റുള്ള ഹദീസുകളൊക്കെ വെച്ചിട്ട് ഹസനുൻ ലി ദാത്തിഹിന്നോ ഹസനുൻ ലി ഗൈരിഹി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെങ്കിലുമൊക്കെ തെളിയിക്കാൻ നോക്കാം. അങ്ങനെ ഒരു ഹദീസ് തന്നെയല്ല, ഒരു ഹദീസ് തന്നെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവൽ 12 പോയിട്ട് റബീഉൽ അവലിലാണെന്ന് തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നല്ലേ 12? പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് റബീഉൽ അവലിലാണെന്ന് അഭിപ്രായമുണ്ട്, റമദാനിലാണെന്ന് അഭിപ്രായമുണ്ട്, മുഹറം മാസത്തിലാണെന്ന് അഭിപ്രായമുണ്ട്, റബീഉൽ ആഖിറിലാണെന്ന് അഭിപ്രായമുണ്ട്. ഇനി അതിൻ്റെ കാരണം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം. ഗാന്ധിജി എല്ലാവർക്കും അറിയില്ലേ? അറിയാത്തവരുണ്ടോ? ഗാന്ധിജി, മഹാത്മാഗാന്ധിനെ അറിയാത്തവരൊന്ന് കയ്യൊന്തിക്ക് ഉണ്ടെങ്കിൽ. ഗാന്ധിജി ജനിക്കുമ്പോൾ ആ നാട്ടിലെ കുട്ടി ജനിക്കണ പോലെ തന്നെ ജനിച്ചത് അല്ലേ? അല്ലാതെ ചർക്ക തിരിച്ചിട്ടാണോ ഗാന്ധി ജനിച്ചത്? APJ അബ്ദുൽ കലാം അദ്ദേഹം ജനിക്കുന്നത് ഒരു കുട്ടി ജനിച്ച പോലെയാണ് ജനിച്ചത്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സയൻറ്റിഫിക്കൽ തിയറി പറഞ്ഞിട്ടാണോ ജനിച്ചിട്ടുള്ളത്? ഈസാ നബി തൊട്ടിലുകൾ സംസാരിച്ച പോലെ ഇല്ല. പക്ഷേ മരിക്കുമ്പോൾ APJ ആയിട്ടാണ് മരിക്കുന്നത്. ഗാന്ധിജിയെ കൊന്ന് തള്ളിയപ്പോൾ ഗാന്ധിജി മഹാത്മാഗാന്ധിജി ആയിട്ടാണ് മരിക്കുന്നത്. അതുകൊണ്ട് ജനിക്കുമ്പോൾ സാധാരണ ഒരു കുട്ടി ജനിച്ചതുപോലെ ജനിച്ചു. ഈ കാലഘട്ടത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഒരു സാധാരണ കുട്ടിയായി ജനിക്കും. മരിക്കുമ്പോൾ ലോകം അറിയപ്പെട്ട ഒരു വ്യക്തിയാകുമ്പോൾ ഇന്ന ആൾ ഇന്ന രൂപത്തിൽ ഇന്ന ദിവസമാണ് കൊല്ലപ്പെട്ടത്, മരിച്ചത്, ശ്വാസം മുട്ടിയത്. ഇപ്പോൾ ഇവിടെ ഈ അടുത്ത് ഒരു സീതാറാം യെച്ചൂരി മരിച്ചു. അദ്ദേഹം ജനിക്കുമ്പോൾ സാധാരണ കുട്ടിയായിട്ടാണ് എനിക്ക്, മരിച്ചപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ ഒരു നേതാവായി വന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞെന്ന് മാത്രം. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്, ജനിക്കുന്ന കുട്ടിയുടെ ഡേറ്റ് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത് അറബികൾക്ക് അന്ന് പരിചിതമല്ല. അവർ ജസ്റ്റ് ഒരു ആവറേജ് വർത്തമാനേ പറയുള്ളൂ. പക്ഷേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ മഹാനായ ഒരു പ്രവാചകനായിട്ടാണ് മരിക്കുന്നത്.
ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ജീവിക്കുന്നുവെങ്കിൽ അവൻ്റെ അടുത്തുള്ള ഒരാൾ മുഹമ്മദ് എന്ന് പറയുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മാത്രം ഉന്നതനായ ഒരു മഹാനായ വ്യക്തിയായി മരണപ്പെട്ടു പോകുമ്പോൾ ആ മഹാനായ വ്യക്തി പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ഡേറ്റ് ഹദീസിൽ വന്നു. അതിൻ്റെ പേരാണ് റബീഉൽ അവൽ 12. മറ്റേതൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. അത് ഒരു ലഡു തിന്നുമ്പോൾ, ഒരു ജിലേബി കഴിക്കുമ്പോൾ, ഒരു ഫുഡ് തിന്നുമ്പോൾ, ജിലേബിയും ലഡുവൊക്കെ ഷുഗർ ഇല്ലാത്തവനൊക്കെ തിന്നാം. പക്ഷേ ഇസ്ലാമിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒക്കേഷൻ നോക്കണം. എന്തിൻ്റെ പേരിലാണ് ഈ ഭക്ഷണം ഉണ്ടായത്? അത് ഹലാലോ ഹറാമോ? അത് ഹലാലാണെങ്കിൽ ആ ഭക്ഷണം ഹലാൽ, അത് ഹറാമാണ് ആ ഒക്കേഷൻ എങ്കിൽ ആ ഭക്ഷണവും ഹറാം. ഇസ്ലാമിൽ അങ്ങനെ കുറേ സംഗതികളുണ്ട്. ഉപയോഗിക്കാൻ ഹറാപ്പായ, ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തു വിറ്റ് കിട്ടുന്ന വിലയും ഹറാമാണ്. ശരിക്കും മനസ്സിലായിക്കോളി. കള്ള് ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പോൾ കള്ള് വിറ്റ് കിട്ടുന്ന പണവും ഹറാമാണ് എന്ന് പറഞ്ഞ പോലെ ഒരു പൂരം, ആ പൂരം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. അതിൻ്റെ പേരിലുണ്ടാക്കിയ ഭക്ഷണം ഹറാമാണ്. എന്നാൽ അതേ വ്യക്തി ഒരു ഹോട്ടലിൽ നടത്തിയിട്ട് അയാളൊരു ഭക്ഷണം ഉണ്ടാക്കി, ആ ഭക്ഷണം നമുക്ക് എന്ത് ചെയ്യാം? തിന്നാം. അപ്പോൾ ഒക്കേഷൻ ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഫുഡ് ഹലാലാണോ ഹറാമാണോ എന്ന് ലേബൽ ചെയ്യപ്പെടും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ താൽക്കാലികമായി വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.